കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് അത് പഴയ ബിലാലാണ്. അപ്പൊ എന്തായിരുന്നു, മമ്മൂക്കാക്ക് അഭിനയിക്കാൻ അറിയില്ല, മമ്മൂക്കാക്ക് ഒരു ഓഞ്ഞ അഭിനയാണ്, കോസ്റ്റ്യൂം സെൻസ് തീരല്ല. എന്താണ് ഈ ചത്താപച്ച എന്ന് പറഞ്ഞ സിനിമയിൽ കാട്ടിക്കൂട്ടിയുള്ളത്? ഹേയ്, എന്ത് വെറുപ്പിക്കലാണ്. കാമിയോ എങ്ങനെ വരെ കാമിയോ, ഇത് വല്ലാത്ത ജാതി കാമിയോ ആയിട്ടാ. അങ്ങനെ ഒരുപാട് ട്രോളുകളും അതുപോലെ തന്നെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസും, എന്താ പറയാ, എങ്ങനെയൊക്കെ സ്റ്റാർമാറാക്കാന്നുള്ള ലെവലില് പലരും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായി മക്കളെ? അപ്പൊ അതാണ് മമ്മൂക്ക. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക, നോർമലായിട്ട് ഉള്ളൊരു സംഭവം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നറിയില്ലേ? മമ്മൂക്കയുടെ ചത്താപച്ച എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക കാമിയോ റോളായിട്ട് വന്ന സിനിമയുണ്ട്. അപ്പോൾ അതിൻ്റെ സക്സസ്ഫുൾ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ ലാഘവത്തോട് ലേറ്റായിട്ട് ഒരു തമാശ രൂപത്തിൽ മമ്മൂക്ക ആ കാര്യങ്ങൾ എന്തായി അത് തുറന്നു പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഊക്കാൻ നോക്കിയതാണ്. ഇതാണോ അഭിനയം? ഇങ്ങനെയാണോ അഭിനയം? ഇതല്ല, ഇതിലപ്പുറം കാഴ്ചവെക്കാൻ കഴിവുള്ള മാജീഷ്യനാണ് ആര്? മമ്മൂക്ക എന്ന് പറഞ്ഞ ആള്. അപ്പൊ എങ്ങനെയാണ്? ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. അപ്പൊ മമ്മൂക്ക പറഞ്ഞത് എന്താ വെച്ചാല്, അവര് പറഞ്ഞു അതേപോലെ ഞാൻ അഭിനയിച്ചു. അപ്പൊ വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം, ചത്താപ്പാച്ചയില് വാൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം അഭിനയിച്ചപ്പോ പോകുമ്പോ അയ്യോ പലരും ഊക്കാൻ വേണ്ടി നോക്കി, ഊക്കി വിടാൻ വേണ്ടി നോക്കി. അപ്പൊ അതിലത്തെ യഥാർത്ഥ സത്യം, യഥാർത്ഥ സംഭവമാണ് തുറന്നു പറഞ്ഞു നോക്കുമ്പോ ഇപ്പൊ എല്ലാരും എന്താണ് അത് അംഗീകരിച്ചു. കാരണം സത്യതാണല്ലോ, സത്യതാണ്. അപ്പൊ പിന്നെ അംഗീകരിക്കാതിരിക്കാൻ വേറെ നിവർത്തില്ല. അതിന്റെ ആ കഥാപാത്രത്തിന്റെ രൂപം, അതിന്റെ സംസാര ശൈലി, കൊച്ചിക്കാര് സംസാരിക്കണ ഇങ്ങനെ ആ നിലക്കായിരുന്നു നോക്കിയിരുന്നത്. കൊച്ചിക്കാരെ സംസാരം ഇതല്ല എന്നുള്ള ലെവലിലായിരുന്നു. കൊച്ചിക്കാരെ സംസാരം എന്താണ് ഏതാണെന്നൊക്കെ പഠിച്ചതിന് ശേഷം തന്നെയാണ് ആ കഥാപാത്രത്തിന് ആ ഒരു സംസാര ശൈലി അല്ലെങ്കിൽ സ്ലാങ് അത് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ സംസാരമല്ല അന്നത്തെ സംസാരം എന്ന് പറഞ്ഞ പോലത്തെ. അപ്പൊ അതാണ് പറഞ്ഞത്, കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം, ബിലാല് പഴയ ബിലാല്. അപ്പോ ആ ലെവലിലേക്ക് എന്താണ്, ആ റേഞ്ചിലേക്ക് നമ്മൾ കണ്ണോടിച്ചില്ല. അത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഊക്കി വിടാൻ നോക്കിയതൊക്കെ എന്താക്കി, കാറ്റിൽ പറത്തി മമ്മൂക്ക ഊക്കി വിടാൻ, പലരും ഊക്കി വിടാൻ വേണ്ടി നോക്കി, അവർക്ക് കാറ്റിൽ പാറിപ്പറന്നു പോയി. സക്സസ്ഫുൾ സെലിബ്രേഷൻ കഴിഞ്ഞു. ചത്താപച്ച എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റ് ആവാൻ വേണ്ടി പോവാണ്. വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റ്. നമുക്ക് പറയുന്നത് ഇത് പിള്ളേരെ ആ ഒരു ആവേശം കണ്ടിട്ട് ചെയ്തതാണ്. മമ്മൂക്കാക്ക് പിള്ളേരും എനർജി കൊടുത്തു, പിള്ളേർക്ക് ആര് കൊടുത്ത്? മമ്മൂക്ക് എനർജി കൊടുത്തു എന്ന് പറഞ്ഞത്. ചെറുപ്പക്കാരായിട്ട് പിടിച്ചിക്കാൻ ഉള്ളൊരു അടവ് തന്ത്രം അല്ലെങ്കിൽ അഭിനയത്തിന്റെ മാജിക്കൽ പവർ. അപ്പൊ ആ ലെവലിലൊക്കെ എന്തായി മാറി മറിഞ്ഞ സിനിമ ആയി മാറി. എന്ത് ചത്താ പച്ച എന്ന് പറഞ്ഞ സിനിമ വൻ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഊക്കന്മാരൊക്കെ എന്തായി, ഇപ്പൊ മാളത്തിൽ കയറിപ്പോയി. ഊക്കന്മാരൊക്കെ എവിടെ? ഊക്കന്മാരൊക്കെ മാളത്തിൽ കയറിപ്പോയി. അപ്പൊ അഭിനയത്തിന്റെ കാര്യത്തിൽ അഭിനയം ആരും മമ്മൂക്കാനെ പഠിപ്പിക്കാൻ പറ്റില്ല. മമ്മൂക്ക ഇതല്ല ഇതിലപ്പുറം അഭിനയിക്കും. ഇപ്പൊ അവിടെ നിൽക്കണ ഓസ്കാർ യൂണിവേഴ്സിറ്റിയുടെ ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഓസ്കാറിലേക്ക് തിരഞ്ഞെടുത്തില്ല. അപ്പോ ആ ചരിത്ര നേട്ടത്തിനായിരിക്കും അല്ലെങ്കിൽ ആ ചരിത്ര മുഹൂർത്തത്തിലാണ് ഇപ്പൊ മമ്മൂക്ക കയറിക്കുന്നത്. ആ മമ്മൂക്കാനാണ് അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ? ഇയാൾക്ക് എന്തായി കാട്ടിക്കൂട്ടണേ? ഇയാള് അഭിനയം നിർത്തി പോയിക്കൂടെ എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട്. പലരും വീഡിയോ കൂടെ ട്രോളിന്റെ പെരുമഴ, മമ്മൂക്കാക്ക് അഭിനയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോളിന്റെ പെരുമഴ. ഇപ്പൊ എന്തായി, ട്രോളൊക്കെ കാറ്റിൽ പറത്തിപ്പോയി, കാറ്റിൽ പാറി പറന്നു പോയി. ആളിക്കത്തിയ തീ എന്തായി, ഒരു ഗ്ലാസ് 1 ഔൺസ് വെള്ളം കൊണ്ട്, ആളിക്കത്തിയ കാട്ടുതീ 1 ഔൺസ് വെള്ളം കൊണ്ട് എന്താക്കി മമ്മൂക്ക അതൊക്കെ കെടുത്തി കളഞ്ഞ്. 1 ഔൺസ് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോ
മമ്മൂക്കയുടെ അഭിനയത്തിനെ വിലയിരുത്താൻ നിൽക്കണ്ട. മമ്മൂക്ക ഇതല്ല ഇതിലപ്പുറവും അഭിനയിക്കും. ഡയറക്ടർ എന്ത് പറഞ്ഞു അതന്നെ അഭിനയിക്കുള്ളൂ. നമുക്ക് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒന്നും ഇട്ടിട്ടുമില്ല. അവര് പറഞ്ഞു ആ ലെവലില് ഇട്ടുകൊടുത്തു. വാൾട്ടർ മറ്റേ BMW വരണ്ട്, അല്ല പജീറോയിൽ വരണ്ട്, അതിൽ വരണ്ട്, ഇതിൽ വരണ്ട്, ഒരു വെറൈറ്റി ആവേണ്ടതൊക്കെ. അപ്പൊ ആ സിനിമക്ക് അനുയോജിച്ച അതേ കഥാപാത്രത്തിന് അനുസരിച്ച ആ ഒരു കാലഘട്ടത്തിലുള്ള സസ്പെൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ വാൾട്ടർ എന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടില്ല. അതിന്റെ ആ രൂപത്തിൽ തന്നെ കാണണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളും പഠിച്ചതിന് ശേഷം തന്നെയാണല്ലോ ഇത് അഭിനയിച്ചത്. അപ്പോ എങ്ങനെ ആയിക്കഴിഞ്ഞാലും നന്നാക്കാനേ നോക്കുള്ളൂ, അല്ലാണ്ട് എന്താക്കില്ല, അഭിനയിച്ച് കൊളാക്കാൻ ആ മനുഷ്യൻ ചെയ്യില്ല. കാരണം അഭിനയത്തിനോടുള്ള അടങ്ങാത്ത ആവേശം പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ, യൂത്തന്മാരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള പവർ കിട്ടിയ ഒരു മനുഷ്യൻ എന്നുണ്ട് വെച്ചെങ്കിൽ അത് ആരാണ്? മമ്മൂക്കയാണ്. കാരണം യൂത്തന്മാർ എന്ന് പറഞ്ഞാൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അതില് ഈ 10-74 വയസ്സുള്ള മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു നിൽക്കണം വെച്ചെങ്കിൽ അതിന് അഭിനയത്തിന്റെ മാസ്മരിക അനുഭവം പ്രേക്ഷകർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അഭിനയത്തിന്റെ മാസ്മരിക ഒരു ലോകം സൃഷ്ടിച്ച മനുഷ്യനാണ് ആര്? മമ്മൂക്ക തന്നെ. അപ്പോ ഇനി ഊക്കൻസ്മാരൊക്കെ എന്ത് ചെയ്യാ, മാളത്തിൽ ഒളിച്ചോളിയും. നിങ്ങളെ വെടിമരുന്നൊക്കെ തീർന്നു പോയി. നിങ്ങളെ വെടിമരുന്നൊക്കെ നനഞ്ഞ ഓലപ്പടക്കം ഉണ്ടായിരുന്നല്ലോ, നനഞ്ഞ പടക്കമൊക്കെ ചീറ്റിപ്പോയി. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.